ഹലോ നീറ്റ് ആസ്പിരൻസ്. സോ ഫൈനലി നമ്മുടെ നീറ്റ് 2026 ബേസിലുള്ള GIBs നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ഈ വരുന്ന ജൂലൈ 27 നമ്മുടെ ഫസ്റ്റ് GIB. അപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ എന്ന് പറയുമ്പോൾ സൈലം ഇത്രയും നാളായിട്ട് വരുത്തിക്കൊണ്ടിരുന്ന വളരെ പ്രസ്റ്റീജിയസ് ആയിട്ട് നടത്തുന്ന ഒരു ഓഫ്ലൈൻ എക്സാം ആണ്. നീറ്റ് എക്സാമിൻ്റെ അതേ മാതൃകയിൽ തന്നെയാണ് നമ്മൾ GIB നടത്തുന്നത്. സോ ഈ GIB എഴുതുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു നീറ്റ് എക്സാമിൻ്റെ ഒരു എക്സാം ഹാൾ അന്തരീക്ഷം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. കാരണം നീറ്റ് എന്ന് പറയുന്ന ഒരു ഓഫ്ലൈൻ എക്സാം ആണ്. നിങ്ങളൊരു OMR ഷീറ്റൊക്കെ പോയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ അതേ അറ്റ്മോസ്ഫിയർ തന്നെയാണ് ശരിക്കും നമ്മൾ GIBയിലും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ഉണ്ടായിരിക്കും, അതേപോലെ ഒരു OMR ഷീറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഈ 3 മണിക്കൂർ സമയം നിങ്ങൾ OMR ഫില്ല് ചെയ്യണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നീറ്റ് എക്സാമിന് ഹെൽപ്ഫുൾ ആകും. അതുകൊണ്ട് തന്നെയാണ് സൈലം നടത്തുന്ന GIBs ഒന്നും നിങ്ങൾ മിസ് ചെയ്യരുതെന്ന് പറയുന്നത്. സോ GIBയിൽ ജനറലി നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതേപോലെ ബയോളജിയിൽ സുവോളജിയും ബോട്ടണിയും ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ 45 ക്വസ്റ്റ്യൻസ് ഈച്ച് ആയിട്ട് നമ്മുടെ റെഗുലർ നീറ്റ് പാറ്റേണിൽ തന്നെയായിരിക്കും എക്സാം ഉണ്ടാവുക. നീറ്റ് ടൈമിൽ തന്നെയാണ് ജൂലൈ 27 2 മണി മുതൽ 5 മണി വരെയാണ് നമ്മുടെ എക്സാം നടത്തുക. കേരളത്തിലുള്ള എല്ലാ സെൻറ്ററുകളിലും പരീക്ഷ ഉണ്ടായിരിക്കും. സെൻറ്റർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിൽ ചെയ്യുന്നതാണ്. സോ നിങ്ങൾ GIBയിലേക്ക് പോകുന്നതിന് മുമ്പ് മസ്റ്റായിട്ടും നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. സോ ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് GIB രജിസ്റ്റർ ചെയ്യാം. അതേപോലെ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒരു ഫോം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കാവുന്നതാണ്. സൈലമിയൻസിന് എല്ലാവർക്കും ഫ്രീ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാം. സൈലമിയൻസിന് മാത്രമല്ല, എല്ലാ സ്റ്റുഡൻസിനും നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും നിങ്ങൾക്ക് GIB അറ്റൻഡ് ചെയ്യാവുന്നതാണ്. സോ GIBയുടെ പോർഷൻസും കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നതാണ്. സോ എല്ലാവരും മാക്സിമം പ്രിപ്പയർ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു റാങ്ക്, അതായത് നിങ്ങൾക്ക് ഇപ്പം കേരളത്തിൽ തന്നെ ഒരുപാട് പേര് എഴുതുന്നൊരു പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങളൊരു റാങ്കും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. GIBക്ക് ശേഷം സൈലം നിങ്ങളുടെ റാങ്ക്, നിങ്ങളുടെ പൊസിഷൻ എവിടെയാണ്, നിങ്ങൾ എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ഡീറ്റെയിൽഡ് എല്ലാം പുറത്ത് വിടുന്നതാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം അറ്റൻഡ് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.